1971 ഡിസംബർ 23 17 വയസ്സുകാരിയായ ജൂലിയൻ കോപ്ത അമ്മയോടൊപ്പം ലിമയിൽ നിന്നും പെറുവിലേക്കുള്ള വിമാനയാത്രയിലായിരുന്നു. പക്ഷേ ആ യാത്ര ഒരു ദുരന്തമായിത്തീർന്നു. ഇടിമിന്നലിൽപ്പെട്ടതിനെ തുടർന്ന് വിമാനം തകർന്നു വീണു. അപകടത്തിനുശേഷം കണ്ണുകൾ തുറന്ന അവൾ കണ്ടത് സൂര്യപ്രകാശം പോലും ശരിയായ രീതിയിൽ അകത്തേക്ക് പ്രവേശിക്കാത്ത മനുഷ്യരെ പോലും ഭക്ഷിക്കുന്ന നരഭോജികളായ ഗോത്രവർഗ്ഗങ്ങൾ വസിക്കുന്ന അഗാധമായ ആമസോൺ കാടിനെയാണ്. അവളുടെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. കഴുത്തെല്ല് പൊട്ടിയിരുന്നു. ശരീരമാകെ ആഴത്തിലുള്ള ചോരയൊലിക്കുന്ന മുറിവുകൾ ഉണ്ടായിരുന്നു. ജീവിക്കാൻ അവൾക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവൾ ഒരു ചോക്ലേറ്റ് പാക്കറ്റ് കണ്ടെത്തി. അത് മാത്രം ഭക്ഷിച്ച് ജീവിച്ച് അവൾ നദി ഒഴുകുന്ന ദിശയിലൂടെ നടക്കാൻ തുടങ്ങി. 3 ദിവസത്തിനകം ആ ഭക്ഷണം തീർന്നു. പിന്നീടവൾ നദിയിൽ നിന്നുള്ള വെള്ളം കുടിച്ചും കാറ്റുപഴങ്ങൾ ഭക്ഷിച്ചും ജീവിച്ചു. 10ാം ദിവസം അവൾ ചെറിയ ഒരു ബോട്ട് കാണുന്നു. അതിൽ കയറി നദി കടന്ന് അപ്പുറത്തേക്കെത്തിയ അവൾ അവിടെ കണ്ട ഒരു വീട്ടിലേക്ക് കയറിപ്പോകുന്നു. അപ്പോഴേക്കും മുറിവാകെ പഴുത്ത് അതിൽ പുഴുവരിക്കാൻ തുടങ്ങിയിരുന്നു. ആ വീടിന്റെ പുറകിൽ നിന്നും ഒരു മണ്ണെണ്ണ കാൻ കണ്ടെത്തുന്ന അവൾ അതിലെ മണ്ണെണ്ണ ഉപയോഗിച്ച് കാലിലെയും കൈകളിലെയും മുറിവിൽ നിന്നും അതികഠിനമായ വേദന സഹിച്ച് പുഴക്കളെ നീക്കി മുറിവ് വൃത്തിയാക്കുന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയ ആളുകൾ അവളെ കണ്ടെത്തുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ചികിത്സയ്ക്ക് ശേഷം അവൾ പൂർണ്ണമായും സുഖപ്പെട്ടു. ഇന്നും അവൾ നമ്മളോടൊപ്പം ജീവനോടെയുണ്ട്. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ.